കോമ്പൗണ്ട്സ്. ഒരു കോമ്പൗണ്ടിൽ പല എലമെൻറ്റുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ആറ്റത്തിൻ്റെ മോളിക്യൂളുകളുണ്ട്. എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഓക്സിജൻ്റെ പ്രസൻസിൽ കത്തുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കാൽഷ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷനിലൂടെയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാം. ഏതു തരത്തിലാണെങ്കിലും ഒരു ഫിക്സഡ് റേഷ്യോ അതിലടങ്ങിയിരിക്കുന്ന വിവിധ എലമെൻറ്റുകളുടെ ആറ്റങ്ങൾക്കിടയിൽ നിലനിർത്തണം. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ കാർബൺ ആറ്റത്തിൻ്റെ ടു ഓക്സിജൻ ആറ്റത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 1:2 ആണ്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെ നമുക്ക് CO2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ പറയുന്നത് കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല എന്നാണ്. കെമിക്കൽ ഇക്വേഷൻസ്. ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസുകളെയാണ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. ഒരു റിയാക്ഷൻ നടക്കുന്നത് മൂലം ഉണ്ടാകുന്ന സബ്സ്റ്റൻസുകളെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. റിയാക്റ്റൻറ്റുകളുടെയും പ്രൊഡക്റ്റുകളുടെയും സിമ്പിളുകളും കെമിക്കൽ ഫോർമുലകളും കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഇക്വേഷൻ വഴി നമുക്ക് കെമിക്കൽ റിയാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. അതിനൊരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പ്ലസ് സിമ്പിൾ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നതാണ് റിയാക്റ്റൻസ്. ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നതാണ് പ്രൊഡക്ട്സ്. ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെയും റിയാക്റ്റൻറ്റിൻ്റെയും സൈഡിലുള്ള ഒരേ ആറ്റമുകളുടെ എണ്ണം ഈക്വൽ ആയിരിക്കണം. ഇങ്ങനെയുള്ള കെമിക്കൽ ഇക്വേഷനാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. Zn plus HCl gives ZnCl2 plus H2. ഈ ഇക്വേഷനിലുള്ള റിയാക്റ്റൻറ്റിലെയും പ്രൊഡക്റ്റിലെയും ആറ്റത്തിൻ്റെ എണ്ണമാണ് ടേബിളിൽ കാണുന്നത്. ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. ഇതിനെ ബാലൻസ് ചെയ്യുവാൻ റിയാക്റ്റൻറ്റ് സൈഡിൽ കുറവുള്ള ആറ്റത്തിൻ്റെ എണ്ണം കൂട്ടുക. Zn plus 2HCl gives ZnCl2 plus H2. ഈ ഇക്വേഷനാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ഇതിലെ റിയാക്റ്റൻറ്റിലെയും പ്രൊഡക്റ്റിലെയും ആറ്റത്തിൻ്റെ എണ്ണമാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. റിയാക്റ്റൻറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന 2HClലെ 2 Hനും Clനും ബാധകമാണ്.